എല്ലാവർക്കും നമസ്തേ. 3-4 ദിവസമായി നമ്മുടെ കേരളത്തിൽ ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഹരിപ്പാട് സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി 22 വയസ്സുള്ള സാവരിയ ബസന്ത് ഉസ്ബെക്കിസ്ഥാനിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട ആ ദാരുണമായ സംഭവം. കൊലയാളി ആരാണെന്നുള്ളതും നമ്മൾ അറിഞ്ഞതാണ്. മലപ്പുറം പെരിന്തൽമണ്ണ എരവത്ത് കിഴക്കേത്തൊടിയിലെ 22കാരനായ സദറുൽ അനം ആണ് ആ ക്രൂരനായ കൊലയാളി. നമ്മൾ വാർത്തകൾ വരുന്നതനുസരിച്ച് ആദ്യം നമ്മുടെ കേരളത്തിൽ വന്ന വാർത്ത, പെട്ടെന്നെന്തോ പ്രകോപനമുണ്ടായി, ഇയാൾ ലാപ്ടോപ്പ് വെച്ച് ഈ പെൺകുട്ടിയുടെ തലയ്ക്കടിക്കുകയും അതേ തുടർന്ന് മരണപ്പെടുകയുമാണ് എന്നാണ് നമ്മൾ ആദ്യം വാർത്ത അറിഞ്ഞത്. അത് സ്വാഭാവികമായി നമ്മൾ കരുതി രണ്ടുപേരും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, ഇവരിലേക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പ്രശ്നമുണ്ടായി, പ്രകോപിതനായി ലാപ്ടോപ്പ് വെച്ച് അടിച്ചു. അത് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിലല്ല, ലാപ്ടോപ്പ് വെച്ച് അടിച്ചപ്പോൾ അത് മാരകമാവുകയും മരണപ്പെടുകയുമാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ സ്വാഭാവികമായി കരുതിയത്. അങ്ങനെ തന്നെയാണ് വാർത്തകളും വന്നിരുന്നത്. പിന്നീടാണല്ലോ അറിയുന്നത് ഇത് സംഭവം അതല്ലായിരുന്നു, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഗുരുതരമായ ഒരു പ്രശ്നത്തിലാണ് ഈ പെൺകുട്ടി മരിച്ചത് എന്നാണ് നമ്മൾ പിന്നീട് അറിയുന്നത്. മൃതശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് അറിയുന്നത് ശരീരമാസകലം അതിക്രൂരമായി ഉപദ്രവിച്ചതിൻ്റെ ഫലമായി ഗുരുതരമായ പരിക്കുകളുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഈ പെൺകുട്ടിയുടെ ഈ മരണം അത് മൂടിവെക്കാനുള്ള ശ്രമമുണ്ടായി എന്നും അതായത് ഈ സദറുൽ ഇനാമിനെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായെന്നും പറയപ്പെടുന്നു. ഉസ്ബെക്കിസ്ഥാൻ സ്വദേശികൾ തന്നെ ഇതിലിടപെട്ട് ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നും ഉള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ലവ് ജിഹാദിൻ്റെ ഭാഗമായാണെന്നും ആരോപണമുണ്ട്. ഇതെന്തുവാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഗുരുതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു കൊലപാതകത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, സദറുൽ അനം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അയാളും മെഡിക്കൽ വിദ്യാർത്ഥിയാണ്, 22 വയസ്സുകാരൻ. അയാൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പരിശീലനം അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം അനുസരിച്ച് അയാൾ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഈ പെൺകുട്ടിയെ അയാൾ പ്രണയിച്ചു, ലവ് ജിഹാദിൽപ്പെടുത്തി, തൻ്റെ മതത്തിലേക്ക് മാറാൻ നിർബന്ധിച്ചു. ആ പെൺകുട്ടി അതിന് തയ്യാറായില്ല. അതിനാൽ അക്കാരണത്താൽ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടും ആ പെൺകുട്ടി മതം മാറാൻ തയ്യാറായില്ല, ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ആ പെൺകുട്ടിയെ പ്രകോപിതനായ ഈ പ്രതി കൊന്നു എന്ന് ആണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് ചിന്തിക്കേണ്ടത്, ഇതേപോലെ അന്യനാട്ടിൽ വിദ്യാഭ്യാസത്തിനായി വിടുന്ന ഹിന്ദു പെൺകുട്ടികളുടെ മാതാപിതാക്കളാണ് ഗൗരവതരമായി ചിന്തിക്കേണ്ടത്. കാരണം ആ ചെറുപ്പക്കാരന് ചെറുപ്പം മുതലേ മതബോധനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിക്കോ? നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് അറിയാം, പൊതുവെ കണ്ടുവരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിലോട്ട് പോയാൽ
സ്വന്തം മക്കൾക്കായാലും മതപരമായിട്ടുള്ള ഒരു വിശ്വാസവും പിന്തുടരാൻ മാതാപിതാക്കൾ അനുവദിക്കുകയില്ല. നിരീശ്വരവാദത്തിലേക്ക് ഇവരെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. അതാണ് കമ്മ്യൂണിസം. അത് ഹിന്ദുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളാണ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതേസമയം ക്രിസ്ത്യൻ മുസ്ലിം മതവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ മക്കളെ അവർ മതബോധത്തിൽ കൂടി തന്നെയാണ് അവർ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഹിന്ദുക്കൾ നേരെ തിരിച്ചാണ്. ഒരു ക്ഷേത്രത്തിൽ പോകുന്നതിനെ പോലും പരമാവധി നിരുത്സാഹപ്പെടുത്തുകയാണ് ഹിന്ദുക്കളായിട്ടുള്ള മാതാപിതാക്കൾ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മാതാപിതാക്കൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ സ്വാഭാവികമായും ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസിക സംഘർഷമോ മറ്റോ ഉണ്ടാകുമ്പോൾ ഇത്തരം യുവാക്കളുടെ വലയിൽ വീഴുന്നത് സ്വാഭാവികമായ കാര്യമാണ്. അവരന്നേരം ഇത്തരം പെൺകുട്ടികളോട് പറയും, ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഒരു മാർഗമേ ഉള്ളൂ, ഞങ്ങളുടെ ദൈവത്തിനെ വിളിക്കുക, സർവശക്തനാണ് ഞങ്ങളുടെ ദൈവം, അതിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കും. അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ പരിശീലനം, ഇവരുടെ സംഘടനകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പരിശീലനം അതാണ്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ജിഹാദ് എന്ന നീചമായ പദ്ധതിയായിരുന്നു. അതിൽപ്പെട്ട് നിരവധി പേർ മതപരിവർത്തനം നടത്തുകയും സിറിയയിൽ പോവുകയും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കഴിയുന്നതെല്ലാം അറിവുള്ള കാര്യമാണ്. ഇങ്ങനെ വരാൻ കാരണം ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു അല്പം പോലും മതബോധനം കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകാത്തത് കാരണമാണ്. അവരെ നിരീശ്വരവാദികളായിട്ടും ദൈവനിഷേധികളായിട്ടുമാണ് മാതാപിതാക്കൾ വളർത്തുന്നത്. ഇത് നിങ്ങൾ ഒരു പാഠമായി ഇപ്പോൾ പലതും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പാഠമായി കരുതിക്കൊണ്ട് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പറയും നിങ്ങളുടെ മക്കളെ ക്ഷേത്രത്തിൽ വിടരുത്, ഹിന്ദുമത വിശ്വാസിയായിട്ട് വളർത്തരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. അതനുസരിക്കുന്ന മാതാപിതാക്കൾ ഒന്ന് ചിന്തിക്കേണ്ടത്, ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായത് എൻ്റെ മക്കൾക്കും വരരുത് എന്ന് മാത്രമേ ചിന്തിക്കേണ്ടത്. അതിനായി നേതാക്കളോട് പറയുക, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ്, പക്ഷേ ഞാൻ എൻ്റെ മതവിശ്വാസം പിന്തുടർന്ന് തന്നെ മുന്നോട്ട് പോകും. ഒരു കമ്മ്യൂണിസ്റ്റായിട്ടും ഒരു ഹിന്ദു മതവിശ്വാസിയുമായിട്ടും മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കർശനമായ നിലപാട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കൾ സ്വീകരിച്ചാൽ ഇതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. നേതാക്കൾ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളല്ല എൻ്റെ മക്കളുടെ കാര്യം നോക്കുന്നത്, എനിക്ക് എൻ്റെ സംസ്കാരം, എൻ്റെ കുടുംബം, അതും എനിക്ക് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഭാവിയിലൊരു ദുഃഖകരമായ സാഹചര്യം ഉണ്ടാകാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ മതവിശ്വാസത്തിൽ കൂടി തന്നെ എൻ്റെ മക്കളെ വളർത്തൂ എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് അതിന് എതിരായി നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതേപോലെ ഒരു ദുഃഖകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ, ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ നിങ്ങൾ തളർന്നു വീഴാതിരിക്കണമെങ്കിൽ, ആണ്ടുപോകാതിരിക്കണമെങ്കിൽ, ഓരോ ഹിന്ദുവും ചെറുപ്പം മുതൽ തന്നെ തങ്ങളുടെ മക്കൾക്ക് മതിയായ മതബോധനവും ഈശ്വരവിശ്വാസവും അവരിൽ വളർത്തിയെടുക്കുക. ഇത്തരക്കാർ പറയുന്നത് എന്താണ്? നിങ്ങളുടെ മതക്കാർ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ദൈവങ്ങൾ ആണല്ലോ ഉള്ളത് നിങ്ങൾക്ക്. അതേസമയം ഞങ്ങളെ കണ്ടു പഠിക്കൂ, ഞങ്ങൾക്ക് ആകെ ഒരു ദൈവമാണ് ഉള്ളത്, അത് സർവശക്തനാണ്,
ആ ഒറ്റ ദൈവം സർവശക്തനായതുകൊണ്ട് നിങ്ങളുടെ മതത്തിൽപ്പെട്ട ദൈവങ്ങളൊന്നും ശക്തിയുള്ളതുമല്ല, ദൈവമല്ല എന്നൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മതബോധമില്ലാത്ത ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികൾ ശരിയെന്ന് കരുതും. ഇതിലെന്തെങ്കിലും സത്യമുണ്ട്, ശരിയാണല്ലോ, എനിക്ക് 33 ദൈവങ്ങളാണല്ലോ ഉള്ളത്, ഇവർക്ക് ഒറ്റ ദൈവമേ ഉള്ളല്ലോ, അതുകൊണ്ട് അദ്ദേഹം സർവശക്തനാണ്, അതുകൊണ്ടാണല്ലോ അവർക്ക് ഒരു ദൈവം എന്നുള്ള ഒരു വൃഥാ ചിന്ത ഇവരുടെ മനസ്സിൽ, തെറ്റായ ചിന്ത ഇവരുടെ ഉള്ളിൽ അടിയുറച്ച് നിൽക്കും. ഇതാണ് ഇവരെല്ലാം മുതലെടുക്കുന്നത്. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾക്ക് ശരിയായ മതബോധമില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഏക ദൈവമാണ് നമ്മൾക്കുള്ളതെന്നുള്ള കാര്യവും എത്ര ഹിന്ദുക്കളായിട്ടുള്ള ചെറുപ്പക്കാർക്കറിയാം, മുതിർന്നവർക്ക് എത്ര പേർക്കറിയാം. ഭഗവത്ഗീത നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് അർജുനൻ്റെ മുന്നിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തതിൽ നിന്ന് തന്നെ നമ്മൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? നാരായണൻ എന്ന ഏകദൈവത്തിൻ്റെ പലവിധ രൂപങ്ങളാണ് നമ്മൾ പല പല ദേവതകളായി നമ്മൾ ആരാധിക്കുന്നത് എന്നല്ലേ. സുബ്രഹ്മണ്യനായാലും ദേവസേനാധിപതി എന്ന ഭാവത്തിൽ സുബ്രഹ്മണ്യനായും, സംഹാരമൂർത്തിയുടെ ഭാവത്തിൽ ശിവനായും, സ്ഥിതി പാലകനായ രൂപത്തിൽ മഹാവിഷ്ണുവായും, വിഘ്നേശ്വരൻ്റെ ഭാവത്തിൽ ഗണപതിയായും എല്ലാം ഈ നാരായണൻ എന്ന് പറയുന്ന ഏകദൈവത്തെയാണ് നമ്മൾ പൂജിക്കുന്നത്, വിളിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളുടെ കുട്ടികൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇത്തരം കെണിയിൽ അവർ ചെന്ന് ചാടുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, ജലം എന്ന് പറയുന്നത് ഒറ്റ രൂപമാണ്, ഏകമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ 44 നദികളുണ്ട്, ചെറിയ ചെറിയ തോടുകൾ പലതുണ്ട്. സമുദ്രത്തിലേക്കാണ് ഇവയെല്ലാം എത്തിച്ചേരുന്നത്. ആ ഏകമായിട്ടുള്ള ആ സമുദ്രത്തിലേക്കാണ് ഈ നദികളെല്ലാം പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള ഈ നദികളും തോടുകളും എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഹിന്ദുധർമ്മത്തിലെ ഏകദൈവമായ നാരായണനിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ആ ഭഗവാന്റെ വിവിധ രൂപത്തിലുള്ള പൂജകൾ നമ്മൾ നടത്തുന്നു, ആരാധന നമ്മൾ നടത്തുന്നു എന്നു മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികൾക്ക് വളർന്നു വരുന്നതിന് വേണ്ടി മാതാപിതാക്കളാണ് ശ്രമിക്കേണ്ടത്. ഒപ്പം തന്നെ ഹിന്ദു സമൂഹത്തിൽ, സനാതനധർമ്മത്തിൽ നിരവധിയായ ജാതി സംഘടനകളുണ്ട്. ഓരോ വ്യക്തികളും ഓരോ ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് അതാത് ജാതിയിൽപ്പെട്ട സംഘടനകൾ മതബോധം വളർത്തുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ, ക്ലാസുകൾ ഒരുക്കേണ്ടതും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെയേറെ അത്യന്താപേക്ഷിതമാണ്. തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ഇത്തരം കുടുക്കിൽ ചെന്ന് ചാടാതെ, ഇത്തരം തെറ്റായ ദിശയിൽ സഞ്ചരിക്കാതെ, ഇതേപോലുള്ള വ്യാജ വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ തെറ്റായ മതബോധത്തിൽ വളർന്നു വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് മാതാപിതാക്കളോടൊപ്പം തന്നെ ഹിന്ദു സമാജത്തിലെ സമുദായ സംഘടനകളുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അത് ഓരോരുത്തരും കൃത്യമായി പാലിച്ച് തങ്ങളുടെ കുട്ടികൾക്ക്, തങ്ങളുടെ സമൂഹത്തിന് കൃത്യമായ മതബോധം വളർത്തിക്കൊടുത്താൽ ഇതേപോലുള്ള ദുരന്തങ്ങൾ ഭാവിയിൽ ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യവും സംഘടനകൾ ഗൗരവതരമായി ചിന്തിക്കേണ്ടതും, അതോടൊപ്പം തന്നെ ഇതിന് പരിഹാരം കാണുന്നതിനായി ഇനി ഒട്ടും അമാന്തം കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കാനും തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഇതേപോലെ
തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു മാതാപിതാക്കൾക്കും ഇത്തരം ദുരന്തമുണ്ടായി അവരെ ആജീവനാന്തം കണ്ണീർ കയത്തിൽ മുക്കി കൊല്ലാൻ ഉള്ള അവസരമുണ്ടാകാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ടായിരിക്കണം ഓരോ ഹിന്ദു സംഘടനകളും പ്രവർത്തിക്കേണ്ടത്, ഓരോ മാതാപിതാക്കളും പ്രവർത്തിക്കേണ്ടത്. തങ്ങളുടെ മക്കൾ ഇത്തരം തെറ്റായ വിശ്വാസത്തിലും തെറ്റായ ആചാരങ്ങളിലും ചെന്ന് വീഴാതിരിക്കാൻ പ്രത്യേകം മതബോധത്തോടൊപ്പം തന്നെ വീടുകളിൽ ഈ പണ്ട് കാലത്ത് എന്താണ് ഇതേപോലുള്ള മതപരിവർത്തനം പോലെയുള്ള കാര്യങ്ങൾ നടക്കാതിരുന്നത്? ഓരോ വീട്ടിലും, ഓരോ ഹിന്ദുവിൻ്റെ വീട്ടിലും സന്ധ്യാദീപം തെളിച്ച് സന്ധ്യാനാമം ചൊല്ലി ഈശ്വരന്മാരെ വന്ദിച്ചുകൊണ്ടായിരുന്നു അവരുടെ ആ ദിവസം അവർ അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത്. രാവിലെ തുടങ്ങുന്നതും അതേപോലെ തന്നെയായിരുന്നു. ഭൂമിദേവിയെ തൊഴുത് ഈ ഭൂമിയിൽ എൻ്റെ പാദം ചവിട്ടുന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ആ ദേവിയെ വന്ദിച്ചുകൊണ്ട് മതപരമായ രീതിയിൽ തന്നെയായിരുന്നു പണ്ട് കാലത്ത് ഓരോ ഹിന്ദുവും ജീവിച്ചിരുന്നത്. ഇതൊക്കെ ഇല്ലാതായപ്പോഴാണ് ഇത്തരം കപട സംഘടനകൾ, കപട വിശ്വാസികൾ ഹിന്ദുക്കളെ വേട്ടയാടാൻ തുടങ്ങിയതും കെണിയിൽപ്പെടുത്താൻ തുടങ്ങിയതും. ഇതിനൊരു അന്ത്യമുണ്ടാകണമെങ്കിൽ മാതാപിതാക്കളും സമുദായ സംഘടനകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ഏക പോംവഴി. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.